ഈ കുറുവാച്ചനല്ലേ ഒരാളെയും മക്കളെയും അല്ലാതെ വേറെ ഒന്നും വിളിക്കാറില്ല. അത്രയ്ക്ക് സ്നേഹ. പണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാനന്ന് ഹോസ്റ്റലിലാ. എനിക്ക് സിവിയർ ആയിട്ട് ന്യൂമോണിയ പിടിച്ചു. പോരാത്തതിന് ഭയങ്കര ഹോം സിക്കുമായിരുന്നു. അന്ന് കുറുവാച്ചന്റെ മകളും അന്നയല്ലേ അന്നയുടെ മമ്മി അവരെന്നോട് കാണിച്ച സ്നേഹമില്ലേ, ആ കെയർ, അതൊന്നും ഒരിക്കലും മറക്കില്ല എനിക്കില്ല. അന്നയുടെ മമ്മി ഇപ്പൊ എവിടെയാ? അന്നയുടെ മമ്മി ടീച്ചറായിരുന്നു. കെട്ടിച്ചു വിട്ടത് കോഴിക്കോടാ. പക്ഷെ ഹസ്ബൻഡിന് കോട്ടയത്തൊരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു ജോലി. ഒരു ദിവസം അന്നയും അച്ഛനും അമ്മയും കൂടെ കോഴിക്കോടേക്ക് ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയതാ മദ്രാസ് മെയിലില്. കടലുണ്ടി എത്തിയതും ബ്രിഡ്ജ് അങ്ങ് കൊളാപ്സായി. 3 ബോഗി വെള്ളത്തിൽ പോയി. അന്നയുടെ അച്ഛനും അമ്മയും ചേർന്ന് 57 പേരാണ് ആക്സിഡന്റിൽ മരിച്ചത്. 5 വയസ്സുള്ള അന്നമോള് മാത്രം എങ്ങനെയോ. I'm telling you, she's a miracle child. പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത അന്നയുടെ ഫോട്ടോ ആയിട്ട്. എന്താല്ലേ, സച്ച് ഇസ് ലൈഫ്. നോട്ട് ബാഡ്. പക്ഷെ കുറച്ചും കൂടി നല്ല കുട്ടികൾ വേണ്ടേ? അല്ല ഇതില് തീർച്ചയായും സാർ. ക്യാമ്പസ് ടൂർ ആകുമ്പോൾ എന്നുള്ളത് പ്രിവിലേജ് അല്ലല്ലോ. കാണുന്നൊരു മോഡൽ സൂപ്പറായാൽ മതി. എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ഒരു മിനിറ്റ്. അമല, നിന്റെ ഹോസ്പിറ്റലിലെ ഡ്രൈവറില്ലേ, എന്താണ് പുള്ളിയുടെ പേര്? കുറുവാച്ചൻ. പുള്ളിയുടെ ഗ്രാൻഡ് ഡോട്ടറില്ലേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്ന അന്ന? അതെ അതെ. എനിക്ക് അന്നയുടെ ഫോട്ടോ അയച്ചു തരുമോ? എന്തിന്? മനോജ് സാർ പറഞ്ഞതുപോലെ തന്നെ നീ ഒരു ഡീറ്റെയിൽ കംപ്ലൈന്റ് റെഡിയാക്കും. നമുക്ക് നാളെ തന്നെ അത് കൊടുക്കാം. അത് ഉടനെ ശ്രീറാം അറിയും. അവർ രണ്ടുപേരും നല്ല കമ്പനിയാ ചേരുന്നു. അമല, നിലപാടില്ലാത്ത ഒരു പെണ്ണിനും ഈ സമൂഹത്തിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. ഏത് കാര്യത്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. നിനക്കത് ഉണ്ടായി പറ്റും. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോ ആ മലേഷ്യൻ ട്രിപ്പ്? ഓർമ്മയുണ്ട്. ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് ബീച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ചുമ്മാ ഒരു രസത്തിന് ഫേസ്ബുക്കിൽ ഇട്ടതാ. എന്തായിരുന്നു പുലിവാല്? വീട്ടില് പ്രശ്നം, ഹസ്ബൻഡിന് പ്രശ്നം, അടുത്ത ആഴ്ച എന്റെ ജോലിയും പോയി. എന്നിട്ട് എന്തായി? ഞാൻ എന്റെ റെസിഗ്നേഷന്റെ ആനിവേഴ്സറിക്ക് അതേ ബീച്ചിൽ പോയി ബിക്കിനിയും ഇട്ട് ഹസ്ബൻഡിനെയും കെട്ടിപ്പിടിച്ചിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടു. ഒരു കവിതേ. Very sensitive. Basically. Oh, last time to anesthesia, right? Yeah. Last time anesthesia. Doctor, Yeah. you continue going and join the appointment. All right. All right. The customer you're trying to reach. ട്രിവാൻഡ്രം ഷോറൂമിന്റെ ആഡ് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അന്ന അതിന് ഓക്കെ ആയിരിക്കില്ലേ? അത് ഓക്കെ ആയാല് അവർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കില്ലേ? നോ ചാൻസ്. എനിക്കൊന്നുമില്ല അവൾക്ക് താല്പര്യം ഉണ്ടാവുന്നു. നീ എന്തിനാ അവിടെ കാര്യം ചമയുന്ന? ഒരു ആഡ് ചെയ്ത് ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫിന് അത് ഗുണം ചെയ്യില്ലേ? നിങ്ങളിത് എന്തറിഞ്ഞിട്ടാ? ഒരു ലക്ഷ്യം വെച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ അവള്. ഐ ഡോണ്ട് തിങ്ക് ഷീൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ എനി ഓഫ് ദിസ്. നിങ്ങൾ വേറെ ആളെ നോക്ക്. കുറച്ച് ക്യൂസായിട്ട് നിന്റെ സംസാരം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ.
മോളെ അത് ശരി. രാവിലെ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തെ കണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് കേൾക്കുക. എന്താ ചെയ്യാ? ആ മോളെ ആ കുറുവാച്ച, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ പോവാ. ശ്രീയുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. ആ ഞാൻ എന്താ വിളിച്ചാന്നറിയോ? നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഒന്ന് ഫ്ലാറ്റ് വഴി പോണം. ഓ ഞാനവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് സിറിയ ഡോക്ടർക്ക് നാളെ രാവിലെ തന്നെ ഏൽപ്പിക്കും. ഓ അതിനെന്താ? അന്നെ ഉണ്ടോ അടുത്ത്? കൊടുത്തേ. ആ ശരി മോളെ. ഇതാ ഡോക്ടറെ. ആ ഡോക്ടറെ. ആ എന്നാ, ഞാനൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പമച്ചിക്ക് കൊടുക്കണേ. ആ കൊടുക്കാം. അയ്യോ, നീ കുളിച്ചില്ലേ? ഞാൻ വന്നിട്ട് വിളിച്ചോളാം. നമുക്ക് വേറൊരു വീട് നോക്കണം ബാപ്പച്ചി. കുറച്ചുകൂടെ ടൗണിലേക്ക് അടുത്തായിട്ട് എവിടെയെങ്കിലും. ടൗണിലേക്ക് 10 മിനിറ്റല്ലേ ഉള്ളൂ. ആ ബെസ്റ്റ്. ഒരു ബസ് കിട്ടണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം. ആ സജീവങ്ങളിൽ ഓട്ടം കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ കൊണ്ടു വിടണേ. എനിക്കാണെങ്കിൽ ഈ വീടും ഇഷ്ടമില്ല. ഒരു പോസിറ്റീവ് എനർജി ഇല്ലാത്തൊരു വീട്. നമുക്ക് സ്ഥലം ഒന്ന് വിറ്റിട്ടെ എന്തെങ്കിലും വഴി കാണും. നിന്റെ അമ്മച്ചി പെണ്ണിനും ഇതന്നെയായിരുന്നു ഇഷ്ടം. വെള്ളം ചതുപ്പൊക്കെ ആയിരുന്നെങ്കിലും മേരിക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അപ്പ ചാടിയറു. മാത്തുക്കുട്ടിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. വൈപ്പില് കുറച്ച് സ്ഥലം വാങ്ങാന്നുള്ളു. ആ ബാപ്പച്ചി ഇല്ല, ക്ലാസ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഞാൻ ബസ്സിലേക്ക് എടുത്ത് വിളിക്കാം. വന്നോണ്ടിരിക്കുക.